ഇവിടെ പക്ഷേ 2019 അത് 80% മുകളിലേക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് പോയതാണ്. എന്നാൽ കഴിഞ്ഞ തവണ അത് കുറഞ്ഞു, 73% താഴ്ന്നിരുന്നു. ഇക്കുറി അങ്ങനെയല്ല. ഇക്കുറി എന്താണ് 80% മുകളിലേക്ക് പോളിംഗ് ഉയരുമെന്ന് മുന്നണികൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചതാണ്. ഏറ്റവും ഒടുവിൽ കലാശക്കുട്ടിൽ നമ്മൾ കണ്ട വലിയ ആവേശം, വാനോളം ഉയർന്ന ആവേശം കണ്ടപ്പോൾ 80 എത്തുമെന്നൊക്കെ കരുതിയതാണ്. പക്ഷേ ഇതുവരെ 3 മണി വരെ 50% പോളിംഗ്. നമുക്കറിയില്ല ഈ പറഞ്ഞ 80 എന്ന കണക്കൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്ന കാര്യം. ദീപക് ധർമ്മടം ചേരുന്നുണ്ട്. ദീപക്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 3 മണി വരെ 50%, 1 മണിക്കൂർ അപ്ഡേറ്റ് ആകുമ്പോഴും ഈ പറഞ്ഞ 80% എന്നൊക്കെയുള്ള വലിയ പോളിംഗ് ശതമാന കണക്കിലേക്ക് വയനാട് ഇക്കുറി എത്താൻ ഇടയുണ്ടോ ദീപക്? ആഷ്മി, ഇതിൽ പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശത്തിൻ്റെ എല്ലാം സ്വഭാവം കണ്ടപ്പോൾ നമ്മൾ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവ്, അതായത് ആദ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന സമയത്തെ വോട്ടിംഗ് ശതമാനത്തിൽ നിന്നും പിന്നീട് 2ാം തവണ കുറഞ്ഞു. അതിലും താഴേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന വേളയിൽ പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗത്തിൽ വോട്ടിംഗ് ശതമാനം കുറയുമോ എന്നുള്ള ഇൻഡിക്കേഷൻസാണ് ബൂത്തുകളിൽ നിന്ന് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കൽപ്പറ്റ നഗരസഭയ്ക്കകത്തുള്ള NSS ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണ്. 97-ാം നമ്പർ ബൂത്തിൽ ഇപ്പോഴും 40% പോളിംഗ് മാത്രമേ നടന്നിട്ടുള്ളൂ. ഇതാണ് കണക്ക്. ശരാശരി മണ്ഡലത്തിൻ്റെ ശരാശരി തന്നെ 50 ആണ്. അപ്ഡേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 60-ലേക്ക് എത്തുമായിരിക്കും. പക്ഷേ എന്നാൽ 80% പോളിംഗിലേക്ക് എത്തുമോ എന്നുള്ളതിൽ സംശയമാണ്. ഇപ്പം ബൂത്തിൽ തിരക്കുണ്ട്. പക്ഷേ ഈ ബൂത്തിൽ ഒരു തർക്കം നടന്നിരിക്കുന്നു. ഈ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് ചിലർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നിഷേധിച്ചു എന്ന് BLOയ്ക്കെതിരെ CPIM LDF നേതാക്കൾ ആരോപിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ മുൻ MLA CK ശശീന്ദ്രൻ നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ബൂത്തിലെ പ്രശ്നം? 97-ാം നമ്പർ ബൂത്താണിത്, കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ. അവിടെ BLO മരിച്ചവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും പേര് പറഞ്ഞിട്ടൊരു 95 ആൾക്കാരുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിരവധി പേര് ജീവിച്ചിരിപ്പുള്ളവരാണ്, അവർ സ്ഥലത്തുള്ളവരുമാണ്. ഇതിപ്പോൾ എൻ്റെ ഇവർ 2 മണിക്കൂറിലേറെയായി ഇവിടെ നിൽക്കുകയായിരുന്നു. തങ്ക എന്നാണ് ഇവരുടെ പേര്. അവർ മരിച്ചുപോയി എന്ന് പറഞ്ഞു കണ്ടപ്പോൾ. അവരുടെ ഐഡൻറ്റിറ്റി കാർഡിലുണ്ട്. കാശ്മീർ വളരെ ഗുരുതരമായൊരു കാര്യമാണ്. തങ്ക എന്ന പേരിലുള്ള ഇവരുടെ ഐഡൻറ്റിറ്റി കാർഡോടുകൂടി ഇവർ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. നമ്മൾ ജനാധിപത്യം പുലരണമെങ്കിൽ കൃത്യമായി എല്ലാവർക്കും പൗരന്മാർക്ക് വോട്ടവകാശം സാധ്യമാണ്. ഇതാ ഇലക്ഷൻ ID കാർഡാണ്. താങ്കളുടെ പേരെന്താ? എൻ്റെ പേര് തങ്ക. തങ്ക, താങ്കൾ മരിച്ചു എന്നാണോ എന്ന് പറയുന്നത്? വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടെ മരിച്ചു പോയെന്നാണ് പറഞ്ഞത്. ഇതാണ് ആഷ്മി, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഇതാ ഒരു മിനിറ്റ്, ഞാൻ വീണ്ടും CK ശശീന്ദ്രനിലേക്ക് പോകാം. ഒരു ASC വന്ന് വോട്ട് ചെയ്യാൻ വന്നപ്പോൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഇവിടുന്ന് ജോലി കിട്ടി, മീനങ്ങാടി സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നവരാണ് അവർ. അപ്പോൾ കളക്ടറേറ്റിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അവിടുന്ന് സെക്ടർ ഓഫീസറൊക്കെ വന്ന് ഇവരെ വോട്ട് ചെയ്യിക്കുന്ന ഒരു നിലപാടുണ്ടായത്. BLO തികച്ചും നിരുത്തരവാദപരമായിട്ടാണ് ഉണ്ടായത്. മാത്രമല്ല ചില ആൾക്കാർ വോട്ട് ചെയ്യാൻ പോയി ഇപ്രാവശ്യം വോട്ട് ചെയ്തു, അടുത്ത പ്രാവശ്യം നിങ്ങളുടെ വോട്ട് ചെയ്യാൻ പാടില്ല. അതൊന്നും പറയാനുള്ള അധികാരം BLOയ്ക്കില്ല. BLO തികച്ചും ജനാധിപത്യ വിരുദ്ധമായും ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച് സംബന്ധിച്ചുള്ള പരാതി കളക്ടർക്കും മറ്റവർക്കും. എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമാണോ ഇത്തരമൊരു നിലപാടിൻ്റെ ഭാഗം? എന്താണ് CPIM എങ്ങനെ കാണുന്നത്? അവർക്ക് അവരുടേതായ രാഷ്ട്രീയം ചിലപ്പോൾ കാണുമായിരിക്കും. അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ എനിക്കറിയില്ല. ഏതായാലും എല്ലാ ആ പ്രദേശത്തെ ജനങ്ങളുടെ ഇടയിൽ കാര്യങ്ങൾ ശരിയായ രീതിയിലല്ല അവർ റിപ്പോർട്ട് ചെയ്യുന്നത്.